ലത്തീൻ സഭ മെത്രാൻ സമിതിയും മുസ്ലിം ലീഗ് നേതാക്കളും ചർച്ച നടത്തിയതോടെ മുനമ്പം ഭൂമി പ്രശ്നത്തിൽ പ്രശ്നപരിഹാരത്തിന് വഴിയൊരുങ്ങുമോ എന്നാണ് ആകാംക്ഷ. പ്രശ്നം രമ്യമായി പരിഹരിക്കാനാകുമെന്ന് ചർച്ചയ്ക്ക് ശേഷം ഇരുവിഭാഗം നേതാക്കളും പ്രതികരിച്ചിരുന്നു. റിലേ നിരാഹാര സമരം ഇന്ന് 38ാം ദിവസത്തിലേക്ക് കടക്കുക കൂടിയാണ്. തിരുവനന്തപുരം ലത്തീൻ അതിരൂപത പ്രതിനിധികൾ ഇന്ന് മുനമ്പത്ത് ഐക്യദാർഢ്യവുമായി എത്തും. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരും. ആജ്ഞ, ഒരു പ്രശ്നപരിഹാരത്തിനുള്ള സാധ്യത തെളിയുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെയാണ് ലീഗ് നേതാക്കളും മുൻപത്തെ സമരസമിതി സമരസമിതിയിലുള്ളവരും അതുപോലെ തന്നെ 16 ബിഷപ്പ്മാർ, ലത്തീൻ സഭയിലെ 16 ബിഷപ്പ്മാരുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് അതായത് സൗഹൃദപരമായിരുന്നു ഈ കൂടിക്കാഴ്ച എന്നാണ് ഇരു വിഭാഗങ്ങളും അറിയിച്ചിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട സമവായ ചർച്ചയ്ക്ക് ഉള്ള മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാണ്, അതിന് ഉള്ള സജഷൻസ് എന്തൊക്കെയാണ്, ഈ കാര്യങ്ങൾ സർക്കാരിനെ അറിയിക്കുമെന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം സാദിഖ് അലി ശിഹാബ് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും ഉൾപ്പെടെയുള്ള ലീഗ് നേതാക്കൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. മാത്രമല്ല, മുനമ്പം പ്രശ്നം രമ്യമായി പരിഹരിക്കണം, അതിന് മതസ്പർദ്ധ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് ലീഗ് ഇതിനെ മുൻകൈ എടുത്തു വന്നിട്ടുള്ളത്. മതസൗഹാർദ്ദം ആണ് തങ്ങളിലേക്ക്, അത് മതമൈത്രിയാണ് തങ്ങൾ ലക്ഷ്യമിടുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ഡിസ്പ്യൂട്ടുകളിലേക്ക് പോകുന്ന തരത്തിലേക്ക് ഇനി ചർച്ചകൾ നീളാൻ പാടില്ല. വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള വഖഫ് ഭൂമിയാണെന്നോ ആ തരത്തിലുള്ള ഒരു തരത്തിലുള്ള കമന്റുകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അഭിപ്രായവും ലീഗിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്ന് സ്ഥിരീകരിച്ച് പറയുന്നുണ്ട്. മാത്രമല്ല, ഈ ഒരു ചർച്ചയ്ക്ക് വഴി ഒരുക്കിയത് തന്നെ, ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് മുന്നിട്ടിറങ്ങിയത് തന്നെ കേരളത്തിന്റെ മതമൈത്രി സൃഷ്ടിക്കാൻ തങ്ങൾ നിർബന്ധിതരാണ്. അതുകൊണ്ട് തന്നെ മുൻപത്തെ ആളുകൾക്ക് നീതി ലഭിക്കണം എന്നുള്ള നിലപാടിൽ തന്നെയാണ് ലീഗ് ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ നേതാവും നോടും ചർച്ച ചെയ്ത ശേഷവും മുഖ്യമന്ത്രിയുമായി ഈ കാര്യം മുഖ്യമന്ത്രിക്ക് മുൻപാകെ ഇതുമായുള്ള സമവായത്തിലുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുമെന്ന് തന്നെയാണ് ഈ നേതാക്കൾ കഴിഞ്ഞ ദിവസം അറിയിച്ചത്. 16 ബിഷപ്പ്മാരാണ് ലത്തീൻ സഭയിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയുടെ ഭാഗമായത്. എന്തായാലും ഇരു വിഭാഗങ്ങളും സൗഹാർദ്ദപരമായിരുന്നു ചർച്ച ചെയ്ത് തന്നെയാണ്. ശരി, വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.